കള്ളസ്വാമിമാരൊന്നും വിളിച്ചില്ല എന്നർത്ഥം. അവർ ഈ രാജ്യത്തെ സ്നേഹിച്ചു, അവരുടെ മതത്തെ അവർ സ്നേഹിച്ചു, അവരുടെ തൗറാത്ത് അവരുടെ ഗ്രന്ഥത്തെ സ്നേഹിച്ചു, അവരുടെ സിനഗോഗുകൾ പണിതു. പക്ഷെ അവരാരും ഇന്ത്യയുടെ സംസ്കാര പദ്ധതിയെ, ആർഷവിദ്യ സങ്കേതങ്ങളെ അവരാരും കൊഞ്ഞനം കുത്തിയില്ല. അതിന് നോക്കിയാലും കൊഞ്ഞനം കുത്തിയില്ല. ഇവറ്റകളൊക്കെ ഏകദേവത ബഹുദേവത ആരാധനകളാണ്, ഞങ്ങളൊക്കെ എന്തോ സംതിങ് സ്പെഷ്യൽ, എന്നിട്ട് പോയി ശവാരാധന നടത്തുകയും ചെയ്യും. നിലവിൾക്ക് കൊടുത്തില്ലെന്നൊരു പെണ്ണ് പറഞ്ഞു. അവളാരും ഇവിടെ എല്ലാവരും വോട്ട് വാങ്ങിച്ചിട്ടാണ്, എന്നാൽ അവിടെ പോയി നിലവിൾ കൊടുത്തില്ല എന്നും. അവളേക്ക് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല. എനിക്കറിയാൻ പേര്, ഞാൻ വിളിക്കുന്നില്ല. അതേസമയത്ത് ചേരമാൻ പള്ളിയിൽ നിലവിൾ കത്തുകയാണ് എത്രയോ വർഷങ്ങളായിട്ട്. എത്രയോ മഖാമുകളിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള യൂസഫ് അലി സാഹിബ് നിലവിൾ കൊടുക്കുന്ന ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. മമ്മൂക്ക നിലവിൾ കൊടുക്കുന്ന ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ദുബായ് രാജാവ് നിലവിൾ കൊടുക്കുന്ന ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒബാമ നിലവിൾ കൊടുത്ത് അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു, അത് ഞാൻ കണ്ടിട്ടുണ്ട്. വെളിച്ചത്തിൻ്റെ അന്തസ്. ഇവിടെ കുറേ തെണ്ടി തെമ്മാടികൾ അത് പറ്റില്ല മോന്തട ഷേപ്പ് അവന്മാരായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. നമസ്കാരം. ഒരു സന്തോഷ വാർത്ത. നമ്മുടെ നാടിൻ്റെ തിലകക്കുറി എന്നൊക്കെയും പറയാൻ പറ്റുമല്ലോ. നാട് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ രൂപത്തിലെടുത്താൽ അതിലെ തിലകക്കുറിയാണ് ഛത്രപതി ശിവജി. മുഗൾ ഭരണത്തിൻ്റെ മുന്നേറ്റത്തെ വലിയൊരളവ് വരെ തടഞ്ഞു നിർത്തിയ ദിവ്യപുരുഷൻ, മഹാപുരുഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അത് വീണ്ടും പറയാനുള്ള കാരണം, ഇസ്രായേലിൽ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ ദ്വീപ സമൂഹത്തിൽ, ഇസ്രായേലിൻ്റെ രാജ്യമായിട്ട് മുഖാമുഖം നിൽക്കുന്ന ഒരു ചെറിയ ദ്വീപ സമൂഹം മൊത്തത്തിൽ ശിവജി പാർക്കായി രൂപാന്തരപ്പെടുത്തി അവിടെ വലിയ പ്രതിമ വരാൻ പോവുകയാണ്. ആ വാളും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പ്രതിമ എവിടെ? ഇസ്രായേലിൽ. ആരാ നിർമ്മിക്കുന്നത്? ഇസ്രായേൽ ഗവൺമെൻറ്. എന്തങ്ങനെ ചെയ്യാൻ കാരണം? ഞാൻ ഓർക്കുന്ന ഒരു സംഭവം അത് നിങ്ങളോട് പറയാം. ഞാൻ ആശ്രമത്തിൽ പഠിക്കുന്ന സമയത്ത്, ഹിമാലയത്തിൽ ഉള്ള സമയത്ത്, അവിടെ ഒരു ഭാര്യയും ഭർത്താവും പിന്നെ 2 കുട്ടികളും അവിടെ വന്നിരുന്നു. അതിൽ അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അവരുടെ ഇസ്രായേൽ പേരുകളാണ്. പക്ഷേ ഇവിടെ വന്ന സമയത്ത് അവരുടെ പേര്, ആശ്രമത്തിൽ പഠിക്കാൻ വന്നതാണ് 1 വർഷം, അവരുടെ പേര് അവർ സീത എന്നും രാമൻ എന്നും ആക്കി മാറ്റി. അവർ പഞ്ചകച്ചം അണിഞ്ഞിട്ടാണ് നടന്നിരുന്നത്. ചന്ദനക്കുറിയും എല്ലാം ഉണ്ടായിരുന്നു അവർക്ക്. അതിൽ ആ സ്ത്രീ നന്നായിട്ട് മലയാളം നന്നായിട്ട് അങ്ങനെ പറയും. ഷീ ക്യാൻ ഹാൻഡിൽ മലയാളം. അങ്ങനെ അയാൾ നല്ല പാട്ടുകാരനാണ്. നല്ല പാട്ടുകാരൻ വെച്ചാൽ ഇസ്രായേൽ അറിയപ്പെടുന്ന പാട്ടുകാരനാണ്. വയലിൻ വായിക്കുന്ന ആളാണ്. അന്ന് അവർ ഈ 1 കൊല്ലം കൂടെ പഠിക്കാൻ വന്ന കാലഘട്ടത്തിൽ എന്നോട് വലിയ പ്രതിപത്തി വെച്ച് പുലർത്തിയിരുന്നു. കാരണം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളോ മുത്തച്ഛനാരോ അറിയില്ല, അവർ ചേന്നമംഗലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ജൂതരാജ്യം ആകെ സ്പ്രെഡായ സമയത്ത്, പലയിടത്തും വന്ന സമയത്ത് ഇവരുടെ ആൾക്കാർ ചേന്നമംഗലത്താണ് വന്നത്. അതിലെ ഭർത്താവ്, ആ പുരുഷൻ്റെ മുൻ തലമുറ ബോംബെയിലാണ് വന്ന് കയറിയത്. ആ കാലഘട്ടത്തിൽ, തൊട്ട് മുമ്പിലത്തെ തലമുറയല്ല കേട്ടോ, 2-3 തലമുറകൾക്ക് മുമ്പത്തെ ചരിത്രങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ പുരുഷൻ്റെ മുമ്പുണ്ടായിരുന്ന 2-3 തലമുറകൾക്ക് മുമ്പുണ്ടായിരുന്ന അവരിവിടെ വന്ന് കയറിയത് ബോംബെയിലാണ്. മറ്റേ കുട്ടി ചേന്നമംഗലത്തായിരുന്നു കേട്ടോ. അവരുടെ മാതാപിതാക്കളൊക്കെയും ഇവിടുന്ന് പോയവരാണെന്നാണ് തോന്നുന്നത്. അന്ന് ഛത്രപതി ശിവജി അവർക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ്, സ്മരിച്ചുകൊണ്ടാണ് അവരവിടെ ഇപ്പോൾ ഈ പ്രതിമ സ്ഥാപിക്കുന്നത്. അന്ന് അവരിവിടെ വരുന്ന സമയത്ത് ഈ ഭാര്യയും ഭർത്താവും 2 കുട്ടികളും ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു വട്ടത്തിൽ, ഇത്രയും പോലെ വട്ടത്തിൽ ഒരു ബാഡ്ജ് ധരിച്ചിരുന്നു. അതിൽ ഛത്രപതി ശിവജിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ബോംബെയിൽ നിന്ന് വരുന്ന കൂട്ടത്തിൽ എവിടെ കിട്ടിയതാണെന്നാണ് വിചാരിച്ചത്. പിന്നീട് വെൽഡേറ്ററി ഫംഗ്ഷനിൽ വെച്ച് എല്ലാവരും പ്രസംഗിക്കുന്ന സമയത്ത് ഈ 2 പേരും 1 കൊല്ലം കൊണ്ട് സംസ്കൃതം പഠിച്ച് സംസ്കൃതത്തിലാണ് എഴുതി വായിക്കുകയാണ് ചെയ്തത്. സംസ്കൃതത്തിലാണ് പ്രസംഗിച്ചത്. പ്രസംഗം കഴിയാറായപ്പോൾ സംപൂജ്യ സ്വാമിജി പറഞ്ഞു, വൈ യു ആർ വെയറിംഗ് ദിസ് ബാഡ്ജ് ഹിയർ ഇൻ യുവർ ഹാർട്ട്, പ്ലീസ് ട്രൈ ടു എക്സ്പ്ലെയിൻ. അതെന്തിനാണ് അവിടെ ധരിച്ചതെന്നുള്ള എൻ്റെ ആളുകൾക്കായിട്ട് ട്രൈ ടു എക്സ്പ്ലെയിൻ ഓൾ ദിസ് തിങ്സ്. അവർ ഈ കഥ പറയണ്ടായി. അന്ന് ഞാനിങ്ങനെ കേട്ടില്ലേ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. വളരെ അഭിമാനകരമായിട്ടുള്ള, ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. മുംബൈയിലെ ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ ജൂതരാജ്യത്ത് ഛത്രപതി ശിവാജി മഹാരാജൻ്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതുമായിട്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അദ്ദേഹത്തെ സമീപിച്ചു, വിശദാംശങ്ങൾ നൽകി. അദ്ദേഹം അത് പുറത്ത് ഓപ്പൺ മീഡിയ വഴി പുറത്താക്കി. ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ കിരീടധാരണ വാർഷികമായിട്ടുള്ള ശിവ രാജാഭിഷേക് ദിനത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. 350 വർഷങ്ങൾക്ക് മുൻപ് 1674 ജൂൺ 6 ശിവജിയുടെ
കിരീടധാരണം. നൂറ്റാണ്ടുകളായിട്ട് ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലായിട്ട് ജൂതന്മാരും വലിയ രീതിയിലുള്ള പീഡനങ്ങൾ നേരിട്ട സമയം. ഹിറ്റ്ലറുടെ അവിടെ പോയ ആൾക്കാരെ മുഴുവൻ 70 ലക്ഷം പേരെയാണ്. ഇന്നും അത് നുണയാണെന്ന് വിശ്വസിക്കാനാണ് പലരും താല്പര്യപ്പെടുന്നത്. വരിയായിട്ട് സെല്ലിനകത്ത് കയറ്റി അടച്ച് അവിടേക്ക് പുക കയറ്റി വിടും, വിഷപ്പുക. അതൊക്കെ അറിയാവുന്ന കോൺസെൻട്രേഷനിലെ കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. പക്ഷേ അതേ സമയത്ത് കേരളത്തിലും ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ബോംബെയിലൊക്കെ അവരെ സ്പെഷ്യൽ പേഴ്സണാലിറ്റികളായിട്ടാണ് അവരെ പരിഗണിച്ചത്. ചേന്നമംഗലത്ത് ഇപ്പോഴും പോയാൽ കാണാം അവരുടെ പള്ളി ഇപ്പോഴും മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. അവിടെ അതിൻ്റെ ആൾക്കാരുണ്ട്. ജൂ സ്ട്രീറ്റ് ഇന്ന് അവിടെ 1-2 ഫാമിലി ഉണ്ടെന്ന് പറയുന്നത്, ബാക്കി എല്ലാവരും അവിടെ പോയി. ഇസ്രായേലിൽ പോയി കഴിഞ്ഞാൽ അവിടെ മസാലദോശയും കിട്ടും, സാമ്പാറും കിട്ടും, വടയും കിട്ടും, അവിയലും കിട്ടും, ശർക്കര പായസവും കിട്ടും. മലയാളി സമൂഹങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ അവർ മലയാളത്തെക്കുറിച്ച് ഓർക്കുന്നതും ഇന്ത്യയെക്കുറിച്ച് ഓർക്കുന്നതും ഹൃദയത്തുടിപ്പോട് കൂടിയിട്ടാണ്. നൂറ്റാണ്ടുകളായിട്ട് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ജൂതന്മാർ ഒരുപാട് പീഡനങ്ങൾ നേരിട്ട സമയം. യാതൊരുവിധ പീഡനങ്ങളും നേരിടാതെ സ്പെഷ്യൽ പേഴ്സണാലിറ്റികളായിട്ട് സമാധാനത്തോടെ ജീവിച്ച ചുരുക്കം ചില രാജ്യങ്ങളൊന്നായിരുന്നു ഇന്ത്യ. അവർ തങ്ങളുടെ മതം കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ പ്രാദേശിക സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തു. കള്ളസ്വാമിമാരൊന്നും വിളിച്ചില്ല എന്നർത്ഥം. അവർ ഈ രാജ്യത്തെ സ്നേഹിച്ചു, അവരുടെ മതത്തെ അവർ സ്നേഹിച്ചു, അവരുടെ തൗറാത്ത് അവരുടെ ഗ്രന്ഥത്തെ സ്നേഹിച്ചു, അവരുടെ സിനഗോഗുകൾ പണിതു. പക്ഷെ അവരാരും ഇന്ത്യയുടെ സംസ്കാര പദ്ധതിയെ, ആർഷവിദ്യ സങ്കേതങ്ങളെ അവരാരും കൊഞ്ഞനം കുത്തിയില്ല. അതിനെ നോക്കിയാലും കൊഞ്ഞനം കുത്തിയില്ല. ഇവറ്റകളൊക്കെ ഏകദേവത ബഹുദേവതാരാധനകളാണ്, ഞങ്ങളൊക്കെ എന്തോ സംതിങ് സ്പെഷ്യലാണ്, എന്നിട്ട് ശവാരാധന നടത്തുകയും ചെയ്യും. നിലവിൾക്ക് കൊടുത്തില്ലെന്ന് ഒരു പെണ്ണ് പറഞ്ഞു. അവളാരും ഇവിടെ എല്ലാവരും വോട്ട് വാങ്ങിച്ചിട്ടാണ്, എന്നിട്ട് അവിടെ പോയിട്ട് നിലവിൾ കൊടുത്തില്ല എന്നും. അവളേക്ക് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല. എനിക്കറിയാൻ പേര്, ഞാൻ വിളിക്കുന്നില്ല. അതേസമയത്ത് ചേരമാൻ പള്ളിയിൽ നിലവിൾ കത്തുകയാണ് എത്രയോ വർഷങ്ങളായിട്ട്. എത്രയോ മക്കാമുകളിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള യൂസഫ് അലി സാഹിബ് നിലവിൾ കൊടുക്കുന്ന ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. മമ്മൂക്ക നിലവിൾ കൊടുക്കുന്ന ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ദുബായ് രാജാവ് നിലവിൾ കൊടുക്കുന്ന ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ഒബാമ നിലവിൾ കൊടുത്ത് അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു, അത് ഞാൻ കണ്ടിട്ടുണ്ട്. വെളിച്ചത്തിൻ്റെ അന്തസ്. ഇവിടെ കുറേ തിണ്ടി തെമ്മാടികൾ അത് പറ്റില്ല മോന്തയുടെ ഷേപ്പ് അവന്മാരായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അർത്ഥം. ആവശ്യമില്ലാതെ കയറി ചൊറിയുകയാണ് അവർ. അതിനിപ്പോൾ ഇന്നലെ ഒരു പള്ളി പൊളിച്ചിട്ടുണ്ട് സംഭാലിൽ. പൊളിക്കല്ല, ബോൾഡേഴ്സ് വെച്ച് പപ്പടമാക്കി മാറ്റി. എന്തായാലും ജൂതന്മാരിവിടെ വന്ന് ഒരിക്കൽ പോലും, എത്രയോ വർഷം ഇവിടെ താമസിച്ചവരവർ, ഒരിക്കൽ പോലും ഇന്നും ജൂതന്മാർ തിരിച്ചു വരികയാണെങ്കിൽ ജൂ സ്ട്രീറ്റിൽ വീടുകൾ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അവരുടെ വീടുകൾ ആരും കയ്യേറിയിട്ടില്ല. കയ്യേറിയിട്ട് പള്ളി പൊളി പണിതിട്ടൊന്നുമില്ല, മസ്ജിദും പണിതിട്ടില്ല. അത് കഴിഞ്ഞ് പൊളിക്കാൻ യുപിയിൽ അല്ലെങ്കിൽ ബംഗാളിൽ ആൾക്കാർ വേറെ വരും. അതൊന്നും അവർ ചെയ്തിട്ടില്ല. മാന്യമായിട്ട് മര്യാദയോടുകൂടി അന്തസ്സോടുകൂടി സംസ്കാര സമ്പന്നരായിട്ട് ജീവിച്ചു. സ്വന്തം ഭൂമി കിട്ടിയപ്പോൾ അവർ പോവുകയും ചെയ്തു. ഇനി ഒരു കാര്യം ഉറപ്പാണ്, നാളെ കേരളം അവർക്ക് കൊടുത്ത സ്നേഹത്തിൻ്റെ സ്മാരകമായിട്ട് അവർ അവിടെ കേരള സംബന്ധിയായിട്ട് അതിന് കിട്ടിപ്പോക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ കൊങ്കൺ തീരത്തെ മറാഠി സംസാരിക്കുന്ന ബെനെ ഇസ്രായേലികൾ മുതൽ അങ്ങനെ അവിടെ വരുന്നതിലൊരു വർഗ്ഗമാണ് ബെനെ ഇസ്രായേലികൾ. അതുമുതൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലൂടെ സഞ്ചരിച്ച ജൂത വ്യാപാരികൾ വരെ ഇന്ത്യയും ജൂത ജനതയും തമ്മിലുള്ള ബന്ധത്തിന് 1000 വർഷങ്ങളുടെ പഴക്കം ആ രീതിയിലുണ്ട്. എന്നാൽ 16-ാം നൂറ്റാണ്ട് ഇവരുടെ സൗഹൃദത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതാണ് ഛത്രപതി ശിവജിയായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പോൾ ഇസ്രായേലിൽ ശിവജി പ്രതിമ സ്ഥാപിക്കുന്നതോടെ മറാഠ സാമ്രാജ്യവും ഛത്രപതി ശിവജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പങ്കുവയ്ക്കപ്പെട്ട ചരിത്രത്തിൽ അധികം ആരും അറിയാത്ത ഒരു അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരികുകയാണ് എന്ന സാരം. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ ജൂത സമൂഹങ്ങളിലൊന്നായിട്ടുള്ള ബെനെ ഇസ്രായേലികൾ സെലൂസിയുടെ ഭരണാധികാരിയായിട്ടുള്ള അന്ത്യോക്കസ് എപ്പിഫനാസിൻ്റെ പീഡനങ്ങളെ തുടർന്ന് ഗലീലയിൽ നിന്ന് പലായനം ചെയ്യുകയും കപ്പലിൽ കിട്ടിയ കപ്പൽ പായക്കപ്പലൊക്കെ ആയിരിക്കും 2-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്നത്തെ മുംബൈക്ക് തെക്കുള്ള നവാഗോണിന് സമീപമുള്ള ഇടത്തിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് കരയിൽ വെച്ച് കപ്പൽ ഛേദമുണ്ടാകുകയും ചെയ്തു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് അങ്ങനെ എത്തിച്ചേർന്ന ആളുകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധരും എഴുത്തുകാരനും സിവിൽ സർവൻറ്റുമായിരുന്ന HS കെഹിംകറുടെ ഹിസ്റ്ററി ഓഫ് ദ ബെനെ ഇസ്രായേൽ ഓഫ് ഇന്ത്യ 1937 എന്ന പുസ്തകത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. ഈ സമൂഹത്തിൻ്റെ ഐതിഹ്യം അനുസരിച്ച് കപ്പൽ തകർച്ചയെ അതിജീവിച്ച ബെനെ ഇസ്രായേലികൾ 7 പുരുഷന്മാരും 7 സ്ത്രീകളുമായിരുന്നു ഇവിടെ എത്തിയത്, ജീവനോടുകൂടി എത്തിയത്. അവർ കൊങ്കൺ മേഖലയിൽ താമസമാക്കുകയും ക്രമേണ പ്രാദേശിക സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാകുകയും ചെയ്തു. നോട്ട് ദ പോയിന്റ് റിയലി. ഇന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാകാതെ ഒട്ടാതെ ഞങ്ങൾ ഒട്ടുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന മുസ്ലിം സമൂഹത്തൊക്കെ കണ്ടു പഠിക്കണം. നിങ്ങൾ ഏത് അബുദാബിയിലെ ഏത് ദുബായിലും ഏത് കോപ്പിലാണെങ്കിൽ പോലും റിയലി യു ആർ ഇന്ത്യൻ മുസ്ലിംസ്, റിയലി യു ആർ ഹിന്ദു മുസ്ലിംസ്. പൗലോസ് ബിഷപ്പ് പറഞ്ഞ പോലെ ഐ ആം കമ്മിങ് ഫ്രം ഇന്ത്യ, ജർമ്മനിയിലാണ് പറഞ്ഞത്. ഐ എം എ ഹിന്ദു ക്രിസ്ത്യൻ. അവർക്കാണ് മഹാനുഭാവന്മാർ. ഇവിടെ കാലത്ത് എഴുന്നേറ്റ വൈകുന്നേരം വരെ വെള്ളാപ്പള്ളി നടേശനെ, സുകുമാരൻ നായരെ, മറ്റുള്ള സന്യാസിമാരെ
വേറെ തൊഴിലുള്ള കുറച്ച് തെണ്ടിപ്പിള്ളേർ മൊബൈലുണ്ട്, ഗൾഫിൽ നിന്ന് ആൾക്കാർ മൊബൈൽ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവരെല്ലാത്തിനും കൂടിയിട്ട് ഞാൻ പറയുന്നില്ല ബാക്കി വാക്ക് വരുന്നുണ്ട്. ബെനെ ഇസ്രായേലികൾ എണ്ണ ഉൽപ്പാദനവും പലചരക്ക് വ്യാപാരവും പോലുള്ള തൊഴിലുകൾ സ്വീകരിച്ചു. എങ്കിലും ശനിയാഴ്ചകളിലെ ജൂതന്മാരുടെ ശബ്ബത്ത് വിശ്രമദിനം അവർ കർശനമായിട്ട് പാലിച്ചിരുന്നു. ശനിയാഴ്ചകളിൽ അവർ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ശനിവാർ തേലീസ്, ശനിയിൽ എണ്ണ ആട്ടുന്നവർ, തേലീസ് ഞാൻ തേള് എന്ന് പറഞ്ഞാൽ എണ്ണ, ശനിവാർ തേലീസ് എന്നാണ് പറയുക, ശനിയാഴ്ച എണ്ണ ആട്ടുന്നവർ എന്ന പേര് ലഭിച്ചു. മഹാരാഷ്ട്രയുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഈ വേർതിരിവ് വളരെ ശ്രദ്ധേയമായിരുന്നു. കാരണം ഹിന്ദു എണ്ണ വ്യാപാരികൾ തിങ്കളാഴ്ചകളിൽ വിശ്രമിച്ചിരുന്നതിനാൽ സോമവാരം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച തേലീസ് എന്നും, വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ നടത്തിയിരുന്ന മുസ്ലിം എണ്ണ വ്യാപാരികൾ ശുക്രവാർ തേലീസ് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. നൂറ്റാണ്ടുകളിലൂടെ ബെനെ ഇസ്രായേലികൾ മറാത്തി ഭാഷയും അതുപോലെ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളും ആചാരങ്ങളും സ്വീകരിച്ചു. അതേസമയം തന്നെ തങ്ങളുടെ ജൂത വ്യക്തിത്വം അതവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അതിന് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഭാഷകൾ ഇന്ത്യയിലെ പ്രാദേശിക ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളാക്കി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വന്ദേ മാതരം പാടില്ല, വന്ദേ മാതരം ആ 2 വരികൾ പാടില്ല എന്ന് പറഞ്ഞ് അടി വാങ്ങിച്ച് കെട്ടി നടക്കുന്ന മുസ്ലിം തീവ്രവാദികളെ മുസ്ലിങ്ങളൊക്കെ നന്നായിട്ട് കേൾക്ക്. മഹാരാഷ്ട്രയിൽ അവരുടെ ദീർഘകാല സാന്നിധ്യം തികച്ചും സവിശേഷമായിട്ടുള്ള ഒരു ഇന്ത്യൻ ജൂത സംസ്കാരം രൂപപ്പെടുത്തുവാൻ സഹായിച്ചു. ഏതായാലും ആ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ ചരിത്രപുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുക. എന്തായാലും ഇന്ത്യയിൽ അവർ വന്ന് അനേക കാലം ഇവിടെ താമസിച്ചു. ഈ നാട്ടുകാരുടെയും ഈ നാട്ടിലെ ഭരണാധികാരികളുടെയും സ്നേഹഭാചനങ്ങളായിട്ട് തീരുകയും ചെയ്തു. സ്വന്തം സ്ഥലം കൈവന്നപ്പോൾ സന്തോഷപൂർവ്വം അവർ തിരിച്ചു പോകുകയും ചെയ്തു. കേരളീയരായിട്ടുള്ള നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബോംബെയിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇപ്പോൾ അവർ അതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ വലിയൊരു പ്രതിമ വലിയൊരു സ്ഥലത്ത് അതിൻ്റെ ഒരു ചെറിയ കൽത്തൂട് കെട്ടിയിട്ട് അതിൻ്റെ മേലെ കുത്തിത്തല്ല ചെയ്തിട്ടുള്ളത് അവരവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ മഹാരാഷ്ട്രയിലെ ഫട്നാവിസ് മുഖാന്തരം ഇപ്പോഴേ തന്നെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അവിടെ നരേന്ദ്രമോദി ഉണ്ടായിരിക്കും. എങ്ങനെയുള്ള നരേന്ദ്രമോദി? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഉണ്ടായിരിക്കും. എല്ലാം നല്ലതിനായിട്ട് വരട്ടെ. നമസ്കാരം.